Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്സ് ഓർ കൺസെപ്റ്റ്സ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ടെക്നിക്കുകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കോമ്പൗണ്ടിങ്, രണ്ടാമത്തത് ഡിസ്കൗണ്ടിങ്. അങ്ങനെ രണ്ട് ടെക്നിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ടെക്നിക്കാണ് എന്താണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. Compounding is the process or technique of finding the future value of present cash flow. ഇപ്പം നമ്മളുടെ കയ്യിലുള്ള ക്യാഷിൻ്റെ ഫ്യൂച്ചറിലെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ തന്നെ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ പാരൻസ് ഒക്കെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇപ്പോഴേ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഒരു 2 വർഷക്കാലം യുവർ പാരൻസ് ഡെപ്പോസിറ്റ് എ സർട്ടൺ എമൗണ്ട് ഓഫ് മണി ഇൻ എ ബാങ്ക് ഫോർ പീരീഡ് ഓഫ് 2 ഇയേഴ്സ്. 2 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ ആണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അവർ ഇപ്പോഴേ അത് ഡെപ്പോസിറ്റ് ചെയ്യണം. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 2 ഇയേഴ്സ്, ആ 2 വർഷം കഴിയുമ്പോൾ ബാങ്ക് വുഡ് പേ ദ കോമ്പൗണ്ടഡ് എമൗണ്ട്. അപ്പോൾ ബാങ്ക് എന്താ തരിക നമുക്ക്? നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത തുകയും അതിന് ആ 2 വർഷക്കാലം നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റും ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ, ഇപ്പം തന്നെ ആ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വരുമ്പം 2 വർഷം കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ പ്രസൻറ്റ് ക്യാഷിൻ്റെ ഫ്ലോ ഫ്യൂച്ചറിൽ എന്ത് വാല്യൂ കൊടുക്കും എന്നത് കണ്ടുപിടിക്കാനാണ് നമ്മൾ കോമ്പൗണ്ടിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. വി ഫൈൻഡ് ഔട്ട് അറ്റ് പ്രസൻറ്റ് ഹൗ മച്ച് എമൗണ്ട് വി ഷാൽ ഗെറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇയർ. 2 വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് ഇപ്പോഴേ അറിയാൻ സാധിക്കും. ദ ടെക്നിക് ഓർ പ്രോസസ് ഓഫ് കോമ്പൗണ്ടിങ്. ഈ കോമ്പൗണ്ടിങ്ങിലൂടെ നമുക്കത് കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അവിടെ വരുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫൈൻഡിങ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. ഫ്യൂച്ചറിലെ ക്യാഷ് ഫ്ലോ എന്താണെങ്കിലും അതിനെ നമ്മൾ ഇപ്പോൾ പ്രസൻ്റ്ലി നമുക്ക് എന്ത് വാല്യൂ കിട്ടും എന്നുള്ളത് അറിയാൻ തിരിച്ച് ഇവിടെ നമ്മൾ പ്രസൻറ്റിലുള്ളത് ഫ്യൂച്ചറിലേക്ക് കാണാൻ കോമ്പൗണ്ടിങ്ങും ഫ്യൂച്ചറിലുള്ള വാല്യൂ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിസ്കൗണ്ടിങ്ങും ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു 10 വർഷം കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടും എന്ന് പറയുമ്പം ആ 10 വർഷം കഴിഞ്ഞ് ഇടുന്ന 10 ലക്ഷത്തിന് ഇന്ന് നമുക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ എത്ര രൂപയായിരിക്കും ഇന്നത്തെ വാല്യൂ എന്ന് കണക്കാക്കുന്നതിനെയാണ്. ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് പോകുന്നതെങ്കിൽ കോമ്പൗണ്ടിങ്ങും, വലുതിൻ്റെ ഇത് തന്നിട്ട് പ്രസൻ്റ്ലി കാണാനാണ് പറയുന്നത് ഡിസ്കൗണ്ടിങ്ങും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും അറിയണമെങ്കിൽ നമുക്ക് അവിടെ പഠിക്കേണ്ട ഒരു ടേമാണ് ക്യാഷ് ഫ്ലോ എന്താണെന്നുള്ളത്. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ക്യാഷ് എത്രത്തോളം മൂവ് ചെയ്യുന്നുണ്ട്, പൈസ വരുന്നതും പോകുന്നതും, അതിനെയാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ, അതായത് ഒറ്റ സിംഗിൾ